ഒരു നാടിന്റെ തന്നെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് മുന്നേറുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം MLA-യുമായ MV ഗോവിന്ദൻ. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ഭരണ നേട്ടങ്ങളും ശ്രദ്ധേയമാവുകയാണ്. കഴിഞ്ഞ 5 വർഷമായി തളിപ്പറമ്പിന്റെ മുഖച്ഛായ മാറ്റുന്നതായിരുന്നു ഓരോ വികസന പ്രവർത്തനങ്ങളും. CPM-നെ നയിക്കുക എന്ന ദൗത്യത്തിലൂടെ പാർട്ടിക്കാർക്ക് അടുത്തറിയാവുന്ന പാർട്ടി കാര്യങ്ങളിൽ ചൂരൽവടിയുമായി നടക്കുന്ന ഗോവിന്ദൻ മാഷിന്റെ MLA ഭരണകാലഘട്ടം അവസാനിക്കുമ്പോൾ തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. ഒരു ചെറു പുഞ്ചിരിയിലൂടെ ജനങ്ങളുടെ മനം കവർന്ന മാഷ് തളിപ്പറമ്പിന്റെ തന്നെ നെടുംതൂണാണ്. തളിപ്പറമ്പിലെ പ്രവർത്തനരഹിതമായ മേഖലകളെല്ലാം തന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാൻ ഗോവിന്ദൻ മാഷിന് കഴിഞ്ഞു. കേരളം കാണാനെത്തുന്ന സഞ്ചാരികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നായി തളിപ്പറമ്പിനെ മാറ്റുന്നതാണ് നാടുകാണി കിൻഫ്രയിൽ സജ്ജമാക്കിയ സൂ സഫാരി പാർക്ക്. വിനോദസഞ്ചാര ഭൂപടത്തിൽ ലോകത്തിന് വിസ്മയമാകുന്ന തരത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൂ സഫാരി പാർക്കായി മാറ്റുകയാണ് ലക്ഷ്യം. തളിപ്പറമ്പ് എന്ന് പറയുന്നത് കേരളം കാണാൻ വരുന്ന ഒരാൾക്ക് കണ്ടിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ഈ നാടുകാണി സൂ സഫാരി പാർക്ക് ആവണം എന്ന നിലയിൽ നമുക്കിതിനെ ഉയർത്താൻ കഴിയണം. ഇന്ന് കാണുന്നത് വലിയ വിശാലമായ സ്ഥലവും അതുപോലെ തന്നെ ഇടതിർന്ന് വളരുന്ന മരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വനപ്രദേശം പോലെയുള്ള 250 ഏക്കറാണ്. നമുക്ക് 300 ഏക്കർ കിട്ടും. കാരണം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ പിന്നിൽ ഒരു ഗുഹ ഉൾപ്പെടെയുണ്ട്. നമ്മളാരും അതിന് കണ്ടിട്ടില്ല. ഒരു ഗുഹയുണ്ട്. അത് ഉൾപ്പെടെയുള്ള പുറമ്പോക്ക് ഭൂമിയാണ്. ആ ഭൂമിയെല്ലാം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച് നവീകരിക്കാം. ഇതിനെ ഒന്നിനെയും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പച്ചപ്പ് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ്, അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൃഗങ്ങളെയെല്ലാം നമ്മളിതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഏതാണ്ട് 1500 വലിയ തേക്ക് ഇതിലുണ്ട്. 1500 എണ്ണമാണ് വലിയ നല്ല മണ്ണുള്ള. അപ്പോൾ ഒരു പ്രാഥമികമായ കാര്യം പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് അവിടെ ഈ മരത്തിൻ്റെ മേലെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ആളുകൾക്ക് താമസിക്കാനുള്ള ഷെൽട്ടർ ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു മാറ്റം എന്നെല്ലാം പറയുന്നില്ല. അതുപോലൊരു ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ വലിയ ഭാരമില്ലാത്ത, എന്നാൽ ഒരു ഫാമിലിക്ക് വരെ താമസിക്കുക, ഒറ്റയ്ക്ക് മാത്രമല്ല ഒരു ഫാമിലിക്ക് തന്നെ താമസിക്കാൻ കഴിയുന്ന ഈ മരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഫലപ്രദമായിട്ടുള്ള നിർമ്മിതി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അമ്മാനപ്പാറയിൽ നിർമ്മിച്ച പരിയാരം പഞ്ചായത്ത് ജനകീയാരോഗ്യ കേന്ദ്രം, പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം, 1 കോടി രൂപ ചെലവഴിച്ച് കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടപ്പാക്കിയ കരിമ്പം ഫാം ടൂറിസം പദ്ധതി, കരിമ്പം റൈസ് ലോഞ്ചിങ്, ആന്തൂർ നഗരസഭയിൽ ഒരുങ്ങുന്ന ഷീ ടർഫ്, തളിപ്പറമ്പ് ബസ് ബേയും കാത്തിരിപ്പ് കേന്ദ്രവും, 10000 പങ്കെടുത്ത ഹാപ്പിനെസ് ഫെസ്റ്റിവൽ തുടങ്ങി നാടിനും നാട്ടുകാർക്കും ധാരാളം പ്രയോജനകരമായ പദ്ധതികളും പരിപാടികളുമാണ് MV ഗോവിന്ദൻ മാഷ് നടപ്പിലാക്കിയത്. തളിപ്പറമ്പിന്റെയും കണ്ണൂരിന്റെയും കേരളത്തിന്റെയും ആദരവ്. അതേസമയം 69 ലക്ഷം രൂപ ചെലവിലാണ് നഗരസഭ ആസ്ഥാന മന്ദിരത്തോടും മുനിസിപ്പൽ സ്റ്റേഡിയത്തോടും ചേർന്ന് ഷീ ടർഫ് ഒരുങ്ങുന്നത്. കരിമ്പം ഫാമിൽ നിന്ന് ആദ്യ കുത്തരി ഉൽപ്പാദിപ്പിച്ച് 1.5 ടൺ അരി കരിമ്പം റൈസ് എന്ന പേരിൽ വിപണിയിലെത്തിച്ചതും ശ്രദ്ധേയമാണ്. 1 കോടി രൂപ ചെലവഴിച്ച കരിമ്പം ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടപ്പിലാക്കിയ കരിമ്പം ഫാം ടൂറിസം പദ്ധതി നാടിന് തന്നെ അഭിമാനമായി മാറുകയാണ്. തുടർഭരണം നയിക്കുമ്പോൾ പാർട്ടി സംവിധാനത്തിൽ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന അലസത നീക്കി പാർട്ടിയെ സജീവമാക്കി നിർത്തുക എന്ന ലക്ഷ്യം കൂടി MV ഗോവിന്ദന് മുന്നിലുണ്ട്. കൊടിയേരിയുടെ പ്രായോഗികതയിലൂന്നിയ സൗമ്യപാതയിൽ നിന്നും MV ഗോവിന്ദന്റെ കണിശപാതയിലേക്ക് പാർട്ടി നീങ്ങിയപ്പോൾ പാർട്ടി സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.